തൃശൂർ ജില്ലയിലെ നെടുമ്പുഴയിലാണ് മേഴ്സിയമ്മയും ഭർത്താവും രണ്ട് ഇരട്ട ആൺമക്കളും താമസിച്ചിരുന്നത്. മേഴ്സിയമ്മയ്ക്ക് 10-60 വയസ്സായി. ഭർത്താവ് രാവിലെ കൂലിപ്പണിക്ക് പോകും. മക്കളാണെങ്കിൽ അവരവരുടെ ജോലിക്കൊക്കെ പോകും. പിന്നെ ഈ വീട്ടിൽ മേഴ്സിയമ്മ മാത്രമാണ്. അവർക്കാണെങ്കിൽ ഇല്ലാത്ത അസുഖമൊന്നുമില്ല, കാലിനും സുഖമില്ല. അവശതയാണ് മൊത്തത്തിൽ മേഴ്സിയമ്മയ്ക്ക്. പക്ഷെ ഭർത്താവിനും മക്കൾക്കും ഈ സ്ത്രീയെ നോക്കി വീട്ടിലിരിക്കാനും പറ്റില്ലല്ലോ. നാട്ടുകാരൊക്കെ പറയും, ഒരു പെൺകൊച്ചിനെ മേഴ്സിയമ്മയ്ക്ക് ദൈവം കൊടുത്തിരുന്നെങ്കിൽ എന്ത് സഹായമായേനെ എന്ന്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഈ ഭർത്താവ് ആ മനുഷ്യനെ കൊണ്ടാവുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വച്ചിട്ടാണ് പോകുന്നത്. വടി കുത്തിപ്പിടിച്ച് മേഴ്സിയമ്മ പതുക്കെ പതുക്കെ നടന്നാണ് ഭക്ഷണവും മരുന്നുമൊക്കെ എടുത്ത് കഴിക്കുന്നതും സ്വന്തം കാര്യങ്ങളൊക്കെ ഒരുവിധം ചെയ്യുന്നതും. ഇങ്ങനെ ഈ വീട്ടിൽ അച്ഛനും മക്കളും മേഴ്സിയമ്മയെ കൊണ്ട് ആകെ വിഷമത്തിലായി. മക്കളാണെങ്കിൽ അച്ഛനോട് ചോദിക്കും, അമ്മയുടെ കാര്യം നോക്കാൻ എന്തേലും വഴി കാണണ്ടേ അച്ഛാ എന്ന്. അച്ഛന് ഒരു ഐഡിയയില്ല. ഈ രണ്ട് ആൺമക്കൾക്കാണെങ്കിൽ 21 വയസ്സേ ഉള്ളൂ. കല്യാണം കഴിപ്പിക്കാനുള്ള പ്രായവും ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ മരുമക്കളെങ്കിലും വീട്ടിൽ വന്നേനെ. ആൺമക്കളായതുകൊണ്ട് തന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ ഒരു പരിധിയും ഉണ്ട്. അങ്ങനെ ഭർത്താവിനും മക്കൾക്കും നാട്ടുകാർക്കും മേഴ്സിയമ്മയ്ക്കും എല്ലാം ആകെ വിഷമമാണ്. അങ്ങനെ പോകവെയാണ് ഒരു ദിവസം രാത്രി മേഴ്സിയമ്മയ്ക്ക് കലശലായിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നുന്നത്. അതായത് കലശലായ മൂത്രശങ്ക. അടുത്ത് കിടന്ന ഭർത്താവിനെ അവർ തട്ടി വിളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം മേഴ്സിയമ്മയ്ക്ക് ഓർമ്മ വരുന്നത്. ഭർത്താവ് ഇപ്പോൾ അടുത്ത് കിടക്കുന്നില്ല. ചിലപ്പോഴൊക്കെ അയാൾ അടുത്തുള്ള ഒരു ചെറിയ മുറിയുണ്ട്, അവിടെയാണ് കിടക്കാറുള്ളത്. മേഴ്സിയമ്മ പതിയെ കട്ടിലിൽ നിന്ന് ഇറങ്ങി ആ വടിയും കുത്തിപ്പിടിച്ച് ഭർത്താവിനെ വിളിക്കാനായിട്ട് ആ ചെറിയ മുറിയിലേക്ക് പോയി. ആ മുറിയുടെ വാതിൽ തള്ളി തുറന്ന മേഴ്സിയമ്മ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു അത്. ലോകത്ത് ഒരു സ്ത്രീയും കാണാൻ ആഗ്രഹിക്കാത്ത ആ ഞെട്ടിക്കുന്ന കാഴ്ച എന്തായിരിക്കും? ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഹൈപ്പും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. മേഴ്സിയമ്മ തീരെ കിടപ്പല്ല. അവർ വടിയും കുത്തിപ്പിടിച്ച് സാവധാനത്തിൽ എഴുന്നേറ്റൊക്കെ നടക്കും. പക്ഷേ ആരും അടുത്തില്ലാത്തപ്പോൾ പകൽ എന്തേലും ആപത്തുണ്ടായാൽ ആര് സമാധാനം പറയും എന്നാണ് ഈ മക്കൾക്കും അച്ഛനും ടെൻഷൻ. ഒടുവിൽ ഇരട്ടയിൽ ഒരുവനായ അനൂപ് ഒരു പോം വഴി കണ്ടു. ഒരു ദിവസം രാവിലെയുണ്ട് അനൂപ് ഒരു ഹോം നേഴ്സിനെയും കൊണ്ടുതാ വരുന്നു. പത്തനംതിട്ട സ്വദേശിനിയായ 19കാരി സംഗീത. എല്ലാവരും ഞെട്ടി. ഇത്ര പെട്ടെന്ന് ഇവൻ ഹോം നേഴ്സിനെയൊക്കെ ഒപ്പിച്ചെടുത്തോ? ഇനി ഈ ഹോം നേഴ്സിന് ആര് ചെലവിന് കൊടുക്കും? അവരെവിടെ താമസിപ്പിക്കും? ഇതൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം. അപ്പോൾ അനൂപ് പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. താമസത്തിൻ്റെ കാര്യം പ്രശ്നമേ അല്ല. രാത്രി വരെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് സംഗീത സ്വന്തം വീട്ടിലോട്ട് പോകും. രാവിലെ തന്നെ അവർ ജോലിക്ക് എത്തുകയും ചെയ്യും. എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നായി മേഴ്സിയമ്മയുടെ ഭർത്താവ്. പക്ഷേ മേഴ്സിയമ്മയ്ക്ക് ഈ ഇടപാട് അത്ര പിടിച്ചില്ല. അവർ പറഞ്ഞു, ഞാൻ തളർന്നു കിടക്കുന്നില്ല, അത്യാവശ്യം എഴുന്നേറ്റൊക്കെ നടക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഒരു ഹോം നേഴ്സ്? അതൊന്നും വേണ്ട, ഈ കുട്ടിയെ പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് വിട്ടേരെയെന്നു. അനൂപിൻ്റെ തീരുമാനം കറക്റ്റാണെന്ന് തോന്നിയ മേഴ്സിയമ്മയുടെ ഭർത്താവ് പൂർണ്ണമായിട്ടും ഹോം നേഴ്സിൻ്റെ കാര്യത്തിൽ പച്ചക്കൊടി കാണിക്കുകയാണ്. ഒടുവിൽ അച്ഛനും മക്കളും സംഗീതയെ അങ്ങ് നിയമിച്ചു, മേഴ്സിയമ്മയുടെ തീരുമാനം വക വയ്ക്കാതെ. മേഴ്സിയമ്മയ്ക്കാണെങ്കിൽ ആദ്യ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പോകെ പോകെ അവരും സംഗീതയെ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിന് കാരണമുണ്ട്. രാവിലെ ആകുമ്പോൾ സംഗീത ആ വീട്ടിലെത്തും. മേഴ്സിയമ്മ അപ്പോൾ ഉറക്കം പോലും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. മേഴ്സിയമ്മയെ ഉറക്കം എഴുന്നേൽപ്പിക്കുന്നത് പോലും അവൾ വന്നിട്ടാണ്. പല്ല് തേപ്പിക്കും, കുളിപ്പിക്കും. അവരുടെ തുണികൾ പോലും ഈ ഹോം നേഴ്സാണ് വന്ന് അലക്കി കൊടുക്കുന്നത്. കൃത്യമായിട്ട് മരുന്നുകളൊക്കെ എടുത്തു കൊടുക്കും. എല്ലാം ഒരു മോളുണ്ടെങ്കിൽ മേഴ്സിയമ്മയ്ക്ക് എങ്ങനെയൊക്കെ നോക്കുമോ അതേപോലെയാണ് ഈ ഒരു സംഗീത എന്ന് പറഞ്ഞ ഹോം നേഴ്സ് നോക്കുന്നത്. മാത്രവുമല്ല ഭയങ്കര സ്നേഹമാണ്, നല്ല പെരുമാറ്റമാണ് സംഗീതയ്ക്ക് മേഴ്സിയമ്മയോട്. അവൾ ഇപ്പം മേഴ്സിയമ്മയ്ക്ക് വെറും ഒരു ഹോം നേഴ്സല്ല, അവർ പ്രസവിക്കാത്ത ഒരു മോള് തന്നെയാണിപ്പോൾ. സംഗീതയ്ക്കും അങ്ങനെ തന്നെയാണ്, സ്വന്തം അമ്മയെപ്പോലെ. അങ്ങനെ ആഴ്ചകൾ കടന്നു പോവുകയാണ്. സംഗീത സാധാരണ ഈ മേഴ്സിയമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം അടുത്തുള്ള ഒരു ചെറിയ മുറിയിൽ പോയിട്ട് ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുകയോ ഫോൺ കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യും. ഒരു ദിവസം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചയായിട്ടും ഭക്ഷണവും മരുന്നും ഒന്നും കൊണ്ട് സംഗീതയെ കാണാനില്ല.
രാവിലെ എല്ലാം കൃത്യമായിട്ട് ചെയ്ത ശേഷം പതിവായിരിക്കുന്ന ആ മുറിയിലേക്ക് സംഗീത പോയതാണ്. പിന്നെ ഒരനക്കവും ഇല്ല. 2-3 വട്ടം മേഴ്സിയമ്മ സംഗീതയെ മോളെ എന്നൊക്കെ വിളിച്ചു. ഒരനക്കവും ഇല്ല. ഈ കുട്ടി എവിടെ പോയി എന്നും പറഞ്ഞിട്ട് മേഴ്സിയമ്മ പതുക്കെ നോക്കാനായിട്ട് അങ്ങോട്ട് നടന്നു. മുറി വിട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു വല്ലാത്ത മണം അടിക്കുകയാണ്. ഇതുവരെ ശ്വസിച്ചിട്ടില്ലാത്ത ഒരു മണം. ഹോം നേഴ്സിൻ്റെ മുറിയിൽ നിന്നുമാണ് ഈ മണം വരുന്നത്. മേഴ്സിയമ്മ പമ്മി മുറിയിൽ ചെന്നപ്പോൾ കാണുന്നത് 21കാരൻ മകൻ അനൂപും 19കാരി ഹോം നേഴ്സ് സംഗീതയും ഇരുന്നങ്ങ് വലിച്ചു തള്ളുകയാണ്. മേഴ്സിയമ്മയ്ക്ക് പ്രായം ഇത്രയൊക്കെ ആയെങ്കിലും അവർക്ക് ഇവർ രണ്ടുപേരും വലിക്കുന്നത് കഞ്ചാവ് ബീഡിയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി. ആ സ്ത്രീ ആകെ തളർന്നുപോയി. ഇപ്പോൾ മേഴ്സിയമ്മയുടെ വീട്ടിൽ രാവിലെ സംഗീത എത്തുകയാണെങ്കിലും ഒറ്റ വക അവൾ ചെയ്യില്ല. മേഴ്സിയമ്മയുടെ ഒരു കാര്യവും അവൾ നോക്കില്ല. നേരെ മുറിക്കകത്തോട്ട് പോകും. അനൂപുമായിട്ട് മണിക്കൂർ കണക്ക് മുറി അടച്ചിരുന്ന് സംസാരിക്കും. ചിലപ്പോൾ രണ്ടും കൂടി എവിടേക്കോ പോകുന്നത് കാണാം ബൈക്കിൽ. പിന്നെ ഈ വലിയുമാണ് ആ വീട്ടിലിരുന്നു. മേഴ്സിയമ്മയുടെ ക്ഷമയൊക്കെ നശിക്കുകയാണ്. അവർ ഇനി നീ മേലാൽ ഇവിടെ വന്നേക്കരുതെന്ന് അവളോട് തീർത്തു പറഞ്ഞു. മകനും ഹോം നേഴ്സും കൂടി ഒരൊറ്റ ഡയലോഗാണ്, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോതള്ളയെന്നു. അപ്പോഴാണ് ഇരട്ടയിൽ മറ്റൊരു മകനായ അഖിൽ പറയുന്നത്, അമ്മ വിഷമിക്കണ്ട, അമ്മയെ നോക്കാൻ ഞാൻ നല്ലൊരു ഹോം നേഴ്സിനെ കൊണ്ടുവരാം, മറ്റേവളെയോ അവനെയും പോകാൻ പറ എന്നു. മേഴ്സിയമ്മയ്ക്ക് ഇത്തിരി ആശ്വാസമായി. ഒരു മകനെങ്കിലും തനിക്കൊപ്പം ഉണ്ടല്ലോ. വച്ച് താമസിപ്പിച്ചില്ല. പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ അഖിൽ നെടുമങ്ങാട് നിന്നും ഒരു ചുറുചുറുക്കുള്ള ഹോം നേഴ്സുമായി അമ്മയ്ക്ക് മുന്നിലെത്തി. കുറച്ച് ദിവസങ്ങൾ നെടുമങ്ങാടുകാരി അവളുടെ ജോലി നല്ല കൃത്യനിഷ്ഠയോടെ ചെയ്തു. പിന്നീട് മേഴ്സിയമ്മ ആ വീട്ടിൽ കാണുന്നത് അവളും പാതി വഴിയിൽ ജോലി നിർത്തിയ മട്ടാണ്. ഇപ്പോൾ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. പത്തനംതിട്ടക്കാരി ഹോം നേഴ്സും നെടുമങ്ങാടുകാരി ഹോം നേഴ്സും ആ വീട്ടിൽ പൊറുതിയായി. 2 ഹോം നേഴ്സുമാർ ഒറ്റക്കെട്ടാണ്. കൂട്ടിന് അനൂപും അഖിലും. അവരുടെ ഭരണമാണ് ഇപ്പോൾ ആ വീട്ടിൽ. മേഴ്സിയമ്മ അവിടെ ഇപ്പോൾ ഇവരെ സഹിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ്. ആകെ തൻ്റെ ആശ്രയമായിരുന്ന ഭർത്താവിൻ്റെ സ്ഥിതിയാണെങ്കിൽ മറ്റൊന്നാണ്. ഒരു ദുശീലവും ഇല്ലാതിരുന്ന അയാളും ഇപ്പോൾ സംഗീതയ്ക്കും അനൂപിനും ഒക്കെ ചേർന്നിട്ട് വലിച്ച് കിറുങ്ങി ഒരു മൂലക്കയൽ കിടക്കും. ആകെ മൊത്തം മേഴ്സിയമ്മയുടെ കുടുംബം താറുമാറായെന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും പോരാത്തതിന് കാല് വയ്യാത്ത ആ സ്ത്രീ വേണം വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം പോലും ഉണ്ടാക്കാൻ. എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും മക്കൾക്ക് കൂസലേയില്ല. മേഴ്സിയമ്മയ്ക്ക് പിന്നെ ഒറ്റ വഴിയെ മുന്നിൽ തെളിഞ്ഞുള്ളൂ. തൻ്റെ ഈ ദയനീയ അവസ്ഥ നാട്ടുകാരോട് പറയുക. അവർ എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി ആ പാവം സ്ത്രീ വയ്യാത്ത കാലുമായിട്ട് അടുത്തുള്ള വീട്ടുകാരോടൊക്കെ പോയി ചെന്നിട്ട് തൻ്റെ വീട്ടിൽ നടക്കുന്ന ഈ വിചിത്രമായ സംഭവങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. നാട്ടുകാരും ഇത് കുറച്ചായി ശ്രദ്ധിക്കുന്നുണ്ട്. 2 പെണ്ണുങ്ങൾ വീട്ടിൽ ഇങ്ങനെ വന്ന് താമസിക്കുന്നതും മറ്റുമൊക്കെ നാട്ടുകാരും ശ്രദ്ധിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് ഈ കഞ്ചാവ് വലിയും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് മേഴ്സിയമ്മ പറഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. മേഴ്സിയമ്മയ്ക്ക് ആ വീട്ടിൽ ആരോടും ഒന്നും മിണ്ടായിപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. കടിച്ചു കീറാൻ വരും ഭർത്താവും മക്കളും ഒക്കെ. എന്തു പറഞ്ഞാലും ഈ 2 പെണ്ണുങ്ങളും തർക്കുത്തരം പറയും. ഭർത്താവാണെങ്കിൽ ഒരുവിധം നോർമലായി വരുമ്പോൾ ഈ ഹോം നേഴ്സുമാരെന്ന് പറഞ്ഞ ഇവളുമാർ ചായയോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അയാൾ വീണ്ടും കിറുങ്ങിയിരിക്കുകയാണ്. ഒടുവിൽ മേഴ്സിയമ്മ കണ്ടുപിടിക്കുകയാണ് ആഹാരത്തിലും ഈ ഭർത്താവിന് ഇവർ മയക്കുമരുന്നൊക്കെ ഇട്ട് അയാളിങ്ങനെ ബോധം കെട്ട് നടക്കുകയാണെന്നും. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നും കൂടി ആ വീട്ടിൽ നടക്കുകയാണ്. രാത്രി 10 മണിയോടെ ബൈക്കിലും മറ്റും ആണും പെണ്ണുമായിട്ട് ഒരു കൂട്ടം യുവാക്കളും യുവതികളും ലഹരി ആസ്വദിക്കാൻ എത്തുന്ന ഒരു സങ്കേതമായി മാറുകയാണ് ആ വീട്. നാട്ടുകാരെ ഇതൊരിക്കലും ചോദ്യം ചെയ്തു. നാട്ടുകാരെയൊക്കെ പൂരത്തെറി വിളിച്ച് മേഴ്സിയമ്മയുടെ മക്കളും ഭർത്താവും ആട്ടിപ്പായിച്ചു. മേഴ്സിയമ്മ ഒരു ദിവസം നിയന്ത്രണം വിട്ട് എല്ലാത്തിനെയും ഇറങ്ങിപ്പോകാൻ പറഞ്ഞ അലറി. കാരണം അത് ആ സ്ത്രീയുടെ മാത്രം പേരിലിരിക്കുന്ന വീടാണ്. അതിൻ്റെ ബലത്തോടെയാണ് അവർ ഇറക്കി വിടാൻ തയ്യാറായത്. പക്ഷേ സംഭവിച്ചത് തിരിച്ചാണ്. അച്ഛനും മക്കളും ഹോം നേഴ്സുമാരും ചേർന്ന് ആ പാവം സ്ത്രീയെ പിടിച്ചിറക്കി പെരുവഴിയിലോട്ട് തള്ളി. ആ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പല ആവർത്തി ശ്രമിച്ചിട്ടും ആ വീടിൻ്റെ മുറ്റത്ത് പോലും അച്ഛനും മക്കളും ഇവരെ അടുപ്പിക്കുന്നില്ല. ഒടുവിൽ അയൽപക്കക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ സ്വന്തം വീട്ടിലോട്ട് ഈ അമ്മയ്ക്ക് അഭയം കൊടുക്കുകയാണ്. ഇപ്പോൾ ആ വീട്ടിലാണ്, അയൽപക്കത്തെ വീട്ടിലാണ് മേഴ്സിയമ്മയുടെ താമസം.
ആ അയൽപക്കത്തെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ നാട്ടുകാരുടെയും ചില പാർട്ടിക്കാരുടെയും ഒക്കെ സപ്പോർട്ടോടുകൂടി മേഴ്സിയമ്മ ഭർത്താവിനും മക്കൾക്കും പുതിയതായി വന്ന് കയറിക്കൂടിയ ഹോം നേഴ്സ് എന്ന് പറയുന്നവളന്മാർക്കും എതിരെ സ്റ്റേഷനിൽ കേസ് കൊടുത്തു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും വെറുമൊരു അന്വേഷണം മാത്രമേ ഇതിൽ നടന്നുള്ളൂ. 3 തവണ കേസ് കൊടുത്തിട്ടും ഒരു ഫലവുമില്ല. മേഴ്സിയമ്മയ്ക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞാണ് ഭർത്താവും മക്കളും രംഗത്ത് വന്നിരിക്കുന്നത്. പരാതി കൊടുത്തിട്ടും വലിയ അന്വേഷണം ഒന്നും ഉണ്ടാകാതെ വന്നപ്പോൾ നാട്ടുകാരും പാർട്ടിക്കാരുമൊക്കെ പതുക്കെ ഈ കേസങ്ങ് വിടുകയാണ്. അവരും കൈവിട്ട മട്ടിലായി. പക്ഷേ മേഴ്സിയമ്മയ്ക്ക് തൻ്റെ വീട് ലഹരി കേന്ദ്രമാക്കി മാറ്റി അയൽപക്കത്ത് ഇങ്ങനെ കിടക്കാനൊട്ട് തോന്നുന്നുമില്ല. അവർ പരാതികൾ എഴുതിയ കടലാസുകളുമായിട്ട് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും DGP ഓഫീസിന് മുന്നിലും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. എല്ലാവരും പറഞ്ഞ ഒരൊറ്റ മറുപടിയാണ്, ഇത് കുടുംബ പ്രശ്നമല്ലേ, നിങ്ങൾക്ക് സുഖമില്ലാത്തതും ഭർത്താവും മക്കളുമായിട്ടൊക്കെ പറഞ്ഞ് ഒന്ന് ഒത്തുതീർപ്പാക്കി അവരുമായിട്ട് ജീവിക്കാൻ നോക്കൂ എന്നാണ്. നാട്ടുകാർക്കാണെങ്കിൽ ഇതിൽ ഒരുപാട് ഇറങ്ങാനും ഇടപെടാനും ഒക്കെ പേടിയാണിപ്പോൾ. കാരണം ആ വീട്ടിലുള്ളതും ലഹരി ഉപയോഗിക്കുന്നവന്മാർ, ആ വീട്ടിലേക്ക് ഒഴുകി എത്തുന്നതും ലഹരി ഉപയോഗിക്കുന്ന പക്കാ ക്രിമിനലുകൾ. അപ്പോൾ ഇവന്മാരോട് പോയി മുട്ടിയാൽ ഇവന്മാർ എന്തെങ്കിലും തങ്ങളെയും ചെയ്യുമോ എന്നൊരു പേടിയാണ് പരിസരവാസികൾക്ക് പോലും. പോലീസും ഇതിൽ കാര്യമായിട്ട് ഇടപെടുന്നുമില്ല. മേഴ്സിയമ്മയെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് വീട്ടിലോട്ട് കയറി താമസിക്കാൻ ശ്രമിച്ച ആ പാവ സ്ത്രീയെ പട്ടാപ്പകൽ നാട്ടുകാർ കാണക്കെ ഈ ഭർത്താവും മക്കളും ഹോം നേഴ്സുമാരും കൂടി ചേർന്നിട്ട് കയ്യിനെ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ആ വഴിയിൽ കൂടെ കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടതോടെ നാട്ടുകാരൊന്ന് ഉഷാറായി. നമ്മുടെ നാട്ടുകാർ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും സംഭവം വന്നാൽ മാത്രമേ അവർ ഇറങ്ങത്തുള്ളൂ. ഈ ഒരു സംഭവത്തോടെ പിന്നീട് പോലീസിന് അനങ്ങാതെ ഇരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയായി കാര്യങ്ങൾ. അങ്ങനെ മേഴ്സിയമ്മയുടെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടും ഈ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടും തന്നെ പോലീസ് ഇതിൽ ഇടപെടുകയും മേഴ്സിയമ്മയുടെ ഭർത്താവിനെയും മക്കളെയും പത്തനംതിട്ടക്കാരി ഹോം നേഴ്സായ സംഗീതയെയും പോലീസ് പൊക്കി അകത്താക്കുകയും ചെയ്തു. പക്ഷേ നെടുമങ്ങാട് സ്വദേശിനിയായിട്ടുള്ള ആ ഹോം നേഴ്സ് ഈ പ്രശ്നം രൂക്ഷമായതോടെ പോലീസ് എത്തും മുന്നേ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ മേഴ്സിയമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. മീഡിയക്കാരോട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരിക്കലും ഭർത്താവും മക്കളും ഇനി എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ ചത്ത ശേഷം അവർ ഈ വീടും സ്ഥലവും വിൽക്കുകയോ എന്തോ ചെയ്തോട്ടെ, എനിക്ക് സ്വസ്ഥത വേണമെന്നാണ് എനിക്ക് നീതിപീഠത്തിനോട് പറയാനുള്ളതെന്നാണ് ആ പാവം സ്ത്രീ മീഡിയക്കാരോട് പറഞ്ഞത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.